ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ചെറിയൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് റവയാണ് കേട്ടോ. അതും 2 മുട്ട, പഞ്ചസാര, പിന്നെ ഏലക്ക, 1 ഗ്ലാസ് പാൽ. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് റവയും പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര, നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ആവശ്യമായ പഞ്ചസാരയും ഏലക്കയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ലോണം വെള്ളമൊന്നും കൂട്ടാതെ തന്നെ ജസ്റ്റ് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഈ 3 ഐറ്റം കൂടെ കൂട്ടിയിട്ട് അത് പൊടിച്ചതിന് ശേഷം നമ്മൾ വേറൊരു ജാറിനകത്തേക്ക് ആവശ്യത്തിനനുസരിച്ച് പാലിട്ടു. ഞാൻ 1 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് പാലും അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. നമ്മളത് വെള്ളയൊന്നും സെപ്പറേറ്റ് അല്ല, 2 മുട്ട ഫുള്ളായിട്ടാണ് നമ്മൾ ജാറിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിക്കുന്നത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ അതിനകത്തേക്ക് ഒഴിക്കുന്നത് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് 3 കൂടെ കൂട്ടി നല്ലോണം മിക്സിയിൽ നല്ലോണം അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു ബൗളിനകത്തേക്ക് ഒഴിച്ച് വെക്കാം. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന റവയും പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ഇട്ട് കുറച്ചിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് 1 നുള്ളു ഉപ്പും ശകലം അപ്പക്കാരം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നല്ലോണം ഇളക്കി ഒരു 1.5 മണിക്കൂറിലേക്ക് അത് മൂടി വെക്കുക കേട്ടോ. 1.5 മണിക്കൂറിന് ശേഷമാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്കിതിന് വേണ്ടിയിട്ട് നട്ട്സുകൾ വറുത്ത് വെക്കാം കേട്ടോ. നെയ്ക്കകത്ത് അണ്ടിപ്പരിപ്പ്, മുന്തിരി നമുക്ക് വറുത്ത് കോരി മാറ്റി വെക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1.5 മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അത് പ്ലേറ്റിലേക്ക് കോരി ഒഴിക്കും. നമ്മൾ പ്ലേറ്റിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ പ്ലേറ്റിൽ നല്ലോണം വെളിച്ചെണ്ണ തൂത്തിട്ടുണ്ടാവണം കേട്ടോ. നമ്മൾ ഒഴിക്കാൻ പോകുന്ന പാത്രത്തിനകത്ത് നിന്ന് നല്ലോണം വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ ആദ്യം തന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് നല്ലോണം ഒന്ന് തൂത്ത് വെക്കുക. ഇതിന് ശേഷം പ്ലേറ്റിലേക്ക് നമ്മൾ കോരി ഒഴിക്കുക കേട്ടോ. നമ്മുടെ പ്ലേറ്റ് നമ്മളിപ്പോൾ കുഴിയുള്ള പാത്രം എടുക്കുന്നെങ്കിൽ അത് നിറച്ച് ഒഴിക്കേണ്ട. കാരണം നമ്മളിത് വേവിക്കുന്ന സമയത്ത് അത് കുറച്ചും കൂടെ ഒന്ന് പൊന്തി വരും. അപ്പോൾ ഒരു പാത്രത്തിന് 1/4 ഭാഗം മാത്രം ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ 2 ചെറിയൊരു കുഴിയൻ പാത്രങ്ങളും പിന്നെ അല്ലാതെ ഒരു വലിയൊരു പാത്രം കൂടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മേലിലായിട്ട് നട്ട്സ് ഇടാം. അപ്പോൾ
നമുക്കിത് കോരി വെച്ചതിന് ശേഷം നമുക്കിത് ഇഡ്ഡലി ചെമ്പിനകത്ത് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പ്ലേറ്റിനകത്ത് നല്ലോണം വിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.